ഓക്കെ, നമുക്ക് ആദ്യം ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം യഥാർത്ഥമായ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം തീരുമാനിക്കുക എന്നുള്ളത്. സാധാരണ പറയാറുള്ള സെറ്റ് യുവർ ഗോൾസ്, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു അതിന്റെ ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുമ്പോൾ ഒരു മഹത് വ്യക്തിയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അപ്പൊ അതിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ വേണ്ടത് അതിനെ കൃത്യമായിട്ട് തിരിച്ചറിയണം. വെറുതെ ശലഭങ്ങളെ പിന്തുടരുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയും, സ്വർണം കുഴിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ് യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മളെ ശലഭങ്ങളെ പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും സ്വർണം കുഴിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ ശലഭവും സ്വർണവും ഒക്കെ വെറും ഉപമകൾ മാത്രമാണ്, അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ലക്ഷ്യം കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വെറുതെ കളയുന്ന സമയം, അല്ലെങ്കിൽ വെറുതെ എന്തിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നു, അതാണ് ശലഭങ്ങളെ പിന്തുടരുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കും, അല്ലെ നിങ്ങളെ പിന്തിരിപ്പിക്കും. പിന്നീട് പറഞ്ഞത് സ്വർണം കുഴിക്കുന്നതിലേക്ക് നയിക്കും. സ്വർണം കുഴിക്കുന്ന ഉദ്ദേശിക്കുക നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കും ഈ ലക്ഷ്യം നിങ്ങളുടെ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഇത് പറഞ്ഞത് വില്യം മൗൾട്ടൺ മർട്സൺ എന്നൊരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയുടെ പേരൊന്നും നമ്മൾക്ക് വലിയ പ്രാധാന്യമില്ല, എങ്കിലും ഇതൊരു ഒരു വാക്യം ഈ ഇന്നത്തെ അധ്യായവുമായിട്ട് ചേർന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം കൃത്യമായിട്ട് ഒരുക്കിയതിനു ശേഷം, പലപ്പോഴും നമ്മൾ ഈ ഗ്രന്ഥം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഒരുപാട് ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പല പല സ്വപ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ ചിലർ മാത്രം നേടുന്നു, ചിലർ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം ഇങ്ങനെ ജീവിതം ജീവിച്ചു തീർക്കുന്നു. അതിലെ കാര്യം ഇതാണ്, കൃത്യമായ ലക്ഷ്യം എന്താണെന്ന് പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു ലക്ഷ്യം നമുക്ക് തയ്യാറാക്കി വെക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സ്വപ്നജീവികളായി മാത്രം ജീവിച്ചു പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും ടൈം മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വലിയ വായിൽ സംസാരിക്കുക. ടൈം മാനേജ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ സമയ ക്രമീകരണം ചെയ്യണം എന്ന് പറയും. സമയത്തെ ഒന്ന് ക്രമീകരിക്കുക. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം പലപ്പോഴും പറഞ്ഞാല്, സമയത്തെ ഒരിക്കലും നമുക്ക് ക്രമീകരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സമയത്തെ മാറ്റാനോ ക്രമീകരിക്കാനോ ഒന്നും കഴിയുകയില്ല. മറിച്ച് നമ്മൾ അവിടെ ചെയ്യുന്നത്, നമ്മൾ അതിനൊപ്പിച്ച് മാറിക്കൊടുക്കുക. ഈ സമയം ഇങ്ങനെ തന്നെ, ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ അങ്ങനെ പോകും. അത് രാവിലെ 4 മണി, 5 മണി, 6 മണി, ഇങ്ങനെ അത് അതിന്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ സമയത്തെ ഒന്ന് മാറ്റി 4 മണിക്ക് മുമ്പ് 3 മണിയാക്കാൻ, അല്ലെ ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ള 25 മണിക്കൂറാക്കാനൊന്നും നമുക്ക് കഴിയില്ല. ഈ സമയത്തിനൊത്ത് നമ്മുടെ കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. അല്ല, നമ്മൾ അതിനൊത്ത് മാറിക്കൊടുക്കുക, അതിന്റെ ഒപ്പം ഒന്ന് ഫ്ലെക്സിബിളായി നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയും കുറച്ചും കൂടി പരത്തി പറഞ്ഞാല്, നമ്മൾ മാറിക്കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില അച്ചടക്കങ്ങളും ചിട്ടകളും കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെയാണ് സമയത്തെ നമ്മൾ ക്രമീകരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും കൃത്യസമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ചിട്ട കൊണ്ടുവന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അച്ചടക്കം വന്നു കഴിയുമ്പോൾ ആണ് നമ്മൾ അവിടെ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയും. സമയത്തെ ക്രമീകരിച്ചു എന്ന് പറയും. അല്ലാതെ നമുക്ക് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെയും, അല്ലെങ്കിൽ ഓരോ മണിക്കൂറിനെയും, ഓരോ മിനിറ്റിനെയും, ഓരോ സെക്കൻഡിനെയും പോലും നമുക്ക് ക്രമീകരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിലെ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ ചിട്ടകളിലൂടെ ഇതിനെ നമ്മൾ കൈപ്പിടിയിൽ, അല്ലെങ്കിൽ വരുതിയിലാക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് എല്ലാ മനുഷ്യരുടെയും എല്ലാം തന്നെ ഒരു പ്രവർത്തികൾ, നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ പ്രവർത്തികളെ കുറിച്ച് കേൾക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തിലെ വിജയങ്ങളെ കുറിച്ച് കേൾക്കുന്നു. ഈ ചെയ്യുന്ന ഓരോ കാര്യവും, അല്ലെങ്കിൽ ഓരോ പ്രവൃത്തിയും ഓരോ ഉദ്ദേശത്തോടു കൂടി തന്നെ ഉള്ളതാണ്.
അല്ല, നൂറ്റാണ്ടുകളായിട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും നമ്മൾ എടുത്തു നോക്കുക. ഇതെല്ലാം തന്നെ ഇതിന്റെ പിന്നിൽ ഓരോ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. നമ്മളൊരു രാവിലെ ഭക്ഷണം തയ്യാറാക്കുന്നു, കറി വെക്കുന്നു, ചോറ് വെക്കുന്നു. ഇതിന്റെ പിന്നിലെ ഉദ്ദേശം നമുക്ക് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത് ചെയ്യുക. എന്ന് പറയുന്നത് പോലെ ഓരോ പ്രവൃത്തിക്കും അതിന്റെ പിന്നിൽ ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? അങ്ങനെയാണ് ചെയ്തു കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അല്ലെ, പലർക്കും ലക്ഷ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഈ ഞാൻ ആര്, അല്ലെങ്കിൽ എന്ത് ലക്ഷ്യം, എങ്ങോട്ടാണ് എന്നുള്ളത് തേടിയാണ് ഓരോ മനുഷ്യനും യാത്ര ചെയ്യുന്നത്. പക്ഷെ ഇതിനെ തിരിച്ചറിയാൻ പലർക്കും കഴിയുന്നില്ല. എന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ എന്ത് ലക്ഷ്യമാണ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ ചിലര് ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് ഗോളാണ് സെറ്റ് ചെയ്യേണ്ടത് എനിക്ക് ചോദിക്കാറുണ്ട്, വേറൊരാളോട് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ആ ഒരു കാര്യം അവർക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അവനവന്റെ ലക്ഷ്യം, അല്ലെ അവനവന്റെ ഗോൾ എന്താണ് എന്നുള്ളത് അവരവർക്ക് മാത്രം അറിയാവുന്ന, അല്ലെ അവരവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു 7 തത്വങ്ങൾ പറയും. ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അതിലേക്ക് വളരെ വേഗത്തിൽ എത്തുവാനും വേണ്ടി ഒരു 7 കാര്യങ്ങളെ കുറിച്ചിട്ട് ബ്രയാൻ ട്രേസി പറഞ്ഞു തരും. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഒരു തത്വമായിട്ട് പറയുന്നത്, ലക്ഷ്യം വളരെ വ്യക്തമായിരിക്കണം, സമഗ്രമായിരിക്കണം, എഴുതി വെച്ചിട്ടുള്ളതായിരിക്കും. ആ ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാമായിരിക്കണം. അല്ലാതെ ഇപ്പൊ നമുക്ക് ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണെന്ന് വിചാരിക്കുക, പക്ഷെ അതുകൊണ്ടത് പൂർണ്ണമാകുന്നില്ല. അത് കുറച്ചുകൂടെ വ്യക്തമായിരിക്കും. അതായത് എന്റെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയുണ്ട്, അതിനേക്കാൾ എത്ര വെയിറ്റ് കുറയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് അതിനെക്കുറിച്ച് വേണ്ട ഒരു കാര്യമാണ്. ആ വളരെ വ്യക്തമായിരിക്കണം, സമഗ്രമായിട്ടായിരിക്കണം. മാത്രമല്ല ഇതിനെ എഴുതി വെക്കുകയും വേണം. അത് മാത്രമല്ല ഇത് മൂന്നാമതൊരാൾക്ക്, അല്ലെങ്കിൽ രണ്ടാമതൊരാൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമായിട്ടായിരിക്കണം നമ്മൾ അതിനെ എഴുതി വെക്കേണ്ടത്. നമ്മൾ എഴുതി വെക്കുന്ന കാര്യം മറ്റൊരാൾ വായിക്കുകയാണെന്ന് വിചാരിക്കുക. അയാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ, പറഞ്ഞു ഫലിപ്പിക്കാതെ തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാകണം ഇയാളുടെ ലക്ഷ്യം ഇന്നതാണ്. ഈ രീതിയിൽ അത് വളരെ കൃത്യമായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ തത്വം പറഞ്ഞത്. ലക്ഷ്യം വ്യക്തമായിരിക്കണം, സമഗ്രമായിരിക്കണം, എഴുതി വെച്ചിട്ടുള്ളതായിരിക്കണം. പിന്നീട് രണ്ടാമത്തെ തത്വത്തിലേക്ക് വരുമ്പോൾ, ലക്ഷ്യത്തെ അളക്കാൻ കഴിയുന്നതും വസ്തുനിഷ്ഠവും ആയിരിക്കണം. നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ അളക്കാൻ കഴിയും, മെഷർ ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് പലരും പറയും പണം ഉണ്ടാക്കണം, എനിക്ക് കുറെ പണം ഉണ്ടാക്കണം. അങ്ങനെയല്ല, അതിനൊരു കൃത്യമായ കണക്കുണ്ടാവും. അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഇത്ര കിലോഗ്രാം തൂക്കം, അല്ലെ ഇത്ര പൗണ്ട് തൂക്കം എനിക്ക് കുറക്കണം എന്നുള്ള കൃത്യമായ ഒരു അളവുണ്ടായിരിക്കണം. അത് വസ്തുനിഷ്ഠമായിരിക്കണം. കാരണം അസാധ്യമായ കാര്യങ്ങളെ ആയിരിക്കരുത്. ആരെങ്കിലും ഒക്കെ നേടിയിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായി. കാരണം നമ്മളിപ്പോ ഒരു 110 കിലോ വെയിറ്റ് ഉള്ള ഒരു വലിയ ഭീമാകാരനാണ്, 110 കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യനെന്ന് വിചാരിക്കുക. അയാൾ പെട്ടെന്ന് എനിക്ക് 1 വർഷം കൊണ്ട് 50 കിലോ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നടക്കുന്ന കാര്യമായിരിക്കും. 50 കിലോ എന്ന് ഒറ്റ വർഷം കൊണ്ട് ഒരാൾ കുറയ്ക്കാൻ പറ്റില്ല. അതുപോലെ അത് ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതിനൊരു കൃത്യമായ കാലയളവ് വെക്കാം. ഒരു നീണ്ട കാലയളവ് വെച്ചിട്ട് വേണമെങ്കിൽ 50 കിലോഗ്രാം കുറയ്ക്കാം, അല്ലെ 40 കിലോഗ്രാം കുറയ്ക്കാം എന്നുള്ളത്. കാരണം പടിപടിയായിട്ട് ഇത് കുറയുകയുള്ളൂ. ഒറ്റയടിക്ക് സ്വിച്ചിട്ട പോലെ ഇത് കുറയുകയൊന്നുമില്ല. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യം വസ്തുനിഷ്ഠമായിരിക്കണം, വസ്തുതയ്ക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടേത്. കാരണം പരമദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തി 1 വർഷം കൊണ്ട് ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരണം എന്ന് തീരുമാനിക്കുന്നത്, കാരണം അത്ര വളരെ വേഗത്തിലൊന്നും ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അളക്കാൻ കഴിയണം, വസ്തുനിഷ്ഠമായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ. പിന്നീട് മൂന്നാമത്തെ തത്വത്തിലേക്ക് വരുമ്പോൾ, ലക്ഷ്യം സമയബന്ധിതമായിരിക്കണം. സമയം വേണം. ഇപ്പൊ ഒരു വീട് പണിയുക, ഒരാളുടെ ലക്ഷ്യം വീട് പണിയുക. ചിലപ്പോൾ സ്ഥലം വാങ്ങേണ്ടി വരും, പിന്നീട് അവിടെ വീട് പണിയേണ്ടി വരും, അതിനുള്ള തുക കണ്ടെത്തേണ്ടതായിട്ടൊക്കെ.
അപ്പൊ അത് ചിലപ്പം 6 മാസം കൊണ്ട് വീട് പണിയുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത്തരത്തിലൊരു വ്യക്തി, കാരണം സ്ഥലമില്ല, വീട് പണിയാനുള്ള സാമ്പത്തികം കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അത്രയും പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് ചിലപ്പോൾ 6 മാസം കൊണ്ട് ഇത് നേടുക എന്ന് പറഞ്ഞാൽ അസാധ്യമായി. അപ്പോൾ ഇയാൾ കൃത്യമായ ഒരു കാര്യം, ഒരു 50% വിജയ സാധ്യതയുള്ള ഒരു സമയപരിമിതിയായിരിക്കണം ഇതിന് കണക്കാക്കേണ്ടത്. അത്തരം പ്രശ്നമുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ 6 മാസം കൊണ്ട് നേടാൻ കഴിയും, ചിലപ്പോൾ 5 വർഷമോ 6 വർഷമോ കൊണ്ട് നേടാൻ കഴിയുമായിരിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു അളക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യം അല്ലെങ്കിൽ സമയബന്ധിതമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നേടേണ്ടത്. നേരെ മറിച്ച് നമുക്ക് വീട് പണിയുക എന്ന ലക്ഷ്യമാണെന്ന് മനസ്സിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സമയമൊന്നും അതിനകത്ത് പ്രത്യേകിച്ച് ഡെഡ് ലൈൻ ഒന്നും വെക്കുന്നില്ല എങ്കിൽ അത് സ്വപ്നമായി തന്നെ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയുള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായി. അപ്പൊ അവിടെ കൃത്യമായ ഡെഡ് ലൈൻ വെക്കണം. 6-ാം വർഷം അല്ലെങ്കിൽ 5-ാമത്തെ വർഷം ഇത്രാം മാസം ഇത്രാം തീയതി അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു കൃത്യമായ ലക്ഷ്യം, സമയബന്ധിതമായിട്ടുള്ള ലക്ഷ്യമായിരിക്കണം എന്നാണ് 3-ാമത്തെ തത്വത്തിൽ പറയുന്നത്. അപ്പൊ അതിന് അനുബന്ധമായിട്ട് നമ്മളൊരു പട്ടിക തയ്യാറാണ് എന്ന് പറയുന്നത്. കാരണം 5 വർഷം കൊണ്ട് ഞാനൊരു വീട് പണിയുകയാണ് എന്ന് ലക്ഷ്യമെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിരിക്കും, അതായത് വരുന്ന 1 വർഷം കൊണ്ട് അതിൽ എന്താണ് ഞാൻ നേടേണ്ടത്. ചിലപ്പോൾ ഒരു പക്ഷേ സ്ഥലം വാങ്ങുകയായിരിക്കാം, അല്ലെങ്കിൽ പറ്റിയൊരു സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തി വെക്കുകയായിരിക്കാം 1 വർഷം കൊണ്ട് നേടേണ്ടത്. 2-ാമത്തെ വർഷമാകുമ്പോൾ ഇതിന്റെ എത്ര ചുവട് ഞാൻ മുന്നിലേക്ക് ചെന്നിരിക്കാം. ഇത് മാത്രമല്ല, ഇതിനെ വീണ്ടും കുറച്ചുകൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോ മാസവും വരുന്ന 1 മാസത്തിനുള്ളിൽ ഈ 5 വർഷത്തെ ലക്ഷ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിരിക്കണം എന്നുള്ള പട്ടിക. ഇതിനെ വീണ്ടും ഓരോ ദിവസങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ കുറച്ചുകൂടി ലളിതമായി. അപ്പൊ അതിന്റെ കാര്യങ്ങളുടെ കനം കുറഞ്ഞു. നമ്മൾ 5 വർഷം കൊണ്ട് നേടുക എന്നുള്ളത് ഈ 4 വർഷവും ബാക്കി അത്രയും ദിവസവും കഴിഞ്ഞ് ആ ദിവസം എത്തുമ്പോൾ അല്ല നമ്മൾ നേടുക. ഇത്രയും സമയത്തിലെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും കൊണ്ടാണ് നമ്മൾ നേടുക. അപ്പോൾ അതിനെ ദിവസങ്ങളായി ഡിവൈഡ് ചെയ്തു, പിന്നീട് മണിക്കൂറുകളായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നേടേണ്ട കാര്യങ്ങളുടെ കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കുക, ലളിതമായിക്കൊണ്ട്. ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വലിയൊരു കാലയളവ് വെച്ചെങ്കിൽ അതിന് ഓരോ മണിക്കൂറിലും, പിന്നീട് ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും, ഓരോ മാസവും, പിന്നീട് ഓരോ വർഷവും ഞാൻ എന്തൊക്കെ നേടിക്കൊണ്ടിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായി പട്ടികയായിട്ട് തയ്യാറാക്കി. അത് നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി എഴുതി വെക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. ഇത് ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ വർഷവും, ഓരോ ആഴ്ചയും കഴിയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോ ലോകമെങ്ങും വായുമാർഗം സഞ്ചരിക്കുന്ന അനവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. വിമാനത്തിലൂടെ യാത്ര ചെയ്യുന്ന അനവധി ആളുകൾ. അപ്പോ ലോകമെങ്ങും ഏറ്റവും അധികം വരുമാനം നേടുന്ന ഒരു വ്യവസായം കൂടിയാണ് ഈ വിമാന ശൃംഖല എന്നുള്ളത്, അല്ലെ? വിമാനമാർഗം എന്ന് പറയുന്നത് വളരെയധികം വരുമാനം കമ്പനിക്ക് ലഭിക്കുന്ന ഒരു വ്യവസായം കൂടിയാണ്. ഏറ്റവും വലിയൊരു വ്യവസായങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു എയർലൈൻസ് എന്നുള്ളത്. പക്ഷെ ഇപ്പം ഈ കോവിഡിന് ശേഷം അതിനെ ബ്രേക്ക് ചെയ്ത മറ്റൊരു മേഖലയുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ വളരെ നിസ്സാരമാണെങ്കിലും ഇതുപോലുള്ള ഈ നമ്മുടെ ഗൂഗിൾ മീറ്റ്, സൂം ആപ്ലിക്കേഷൻ പോലുള്ള പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ബിസിനസ്സുകൾ ഈ എയർലൈനിലേക്ക് കവച്ചു വെച്ചിട്ടുള്ളതാണ് കോവിഡിന് ശേഷം. കാരണം അതുപോലെ വലിയൊരു ബിസിനസ് അല്ലെങ്കിൽ വ്യവസായമായ രീതിയിൽ അതിനെ മാറ്റിയെടുത്തു. സൂം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലുള്ള ആപ്ലിക്കേഷൻസ്. കാരണം അതിനെയൊക്കെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, ദിനം പ്രതിയും മാസം പ്രതിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എയർലൈൻസിനേക്കാൾ മറികടന്നു പോയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് എയർലൈൻസിനെ കുറിച്ച് പറയുമ്പോൾ ലോകമെങ്ങും ഒരുപാട് ആളുകൾ വായുമാർഗം സഞ്ചരിക്കുന്നുണ്ട്. അത് വളരെയധികം വരുമാനം നേടിത്തരുന്ന ഒരു വ്യവസായമാണ്. അത് വളരെയധികം വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു വ്യവസായമായി മാറിയത്, അല്ലെങ്കിൽ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ, കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ വലിയൊരു വ്യവസായമായി മാറിയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം ഉള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
അല്ലെങ്കിൽ ലക്ഷ്യം നേടുവാനായി സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യം സെറ്റ് ചെയ്ത ആളുകളുടെ എണ്ണം കൂടുതലായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇവർ വായുമാർഗം മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. കാരണം മണിക്കൂറുകൾ കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഈ വായുമാർഗത്തെ പിടിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ ആ ലക്ഷ്യം നേടുവാനായിട്ട് ഇപ്പോ അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം പറയാം. ഈ വായുമാർഗം യാത്ര ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് അനവധി ആളുകൾ വിദേശത്തേക്ക് പോകുന്നു. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ ഭൂരിപക്ഷവും വിദേശത്തേക്ക് പോകുന്നത് എന്താണ്? അവർക്കൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ചില ലക്ഷ്യങ്ങളുണ്ട്. ഇത് നേടിയെടുക്കുവാനായിട്ടാണ് അവർ ഈ വായുമാർഗം മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ സൂമും ഗൂഗിൾ മീറ്റും പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ വരുമാന മാർഗമുള്ളതായി മാറിയത് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടും. കാരണം ലക്ഷ്യം നേടണമെങ്കിൽ നമുക്ക് പുതിയ സ്കില്ലുകൾ വേണം. അപ്പോൾ അത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം വളരെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതിനെ പഠിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമായിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾ മാറിയത് കൊണ്ടാണ് അത് ഇന്ത്യൻ എയർലൈൻസിനേക്കാൾ എയർലൈൻസിനെയും കവച്ചു വെക്കുന്ന വരുമാനം നേടിത്തരുന്ന ഒരു മേഖലയായി മാറി എന്നുള്ളത് പറയുന്നു. ഇവിടെ നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായ ആസൂത്രണം വേണം, ചിട്ടയായ ആസൂത്രണം വേണം, കമ്പ്യൂട്ടർ അധിഷ്ഠിതം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് തന്നെ ലക്ഷ്യത്തെ സെറ്റ് ചെയ്യണമെന്ന് പറയും. കാരണം പണ്ടൊക്കെ ഒരു കമ്പ്യൂട്ടറൊക്കെ ഇത്രത്തോളം ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മളെല്ലാം ബുക്കുകളിൽ എഴുതി വെക്കുക, കൃത്യമായിട്ട് എഴുതി വെക്കുക, അല്ലെ കലണ്ടറുകളിൽ മാർക്ക് ചെയ്യുക, ഡയറികളിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ഡയറി കൃത്യമായിട്ട് എടുത്തു നോക്കണം, ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അത് ടിക്ക് ചെയ്ത് വിടണം, ചെയ്യാത്ത കാര്യങ്ങളെ അടുത്ത ദിവസത്തേക്ക് മാറ്റി എഴുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് കുറച്ചുകൂടി എളുപ്പമാക്കി തന്നു ഈ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനുകളും ഒക്കെ വന്നപ്പോൾ നമ്മളെ റിമൈൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ പല ആളുകളും മൊബൈൽ ഫോണിന്റെ അലാറം വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നവരാണ്. കാരണം നമ്മളെ റിമൈൻഡ് ചെയ്യുക, ഓർമ്മിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണത്. അലാറം വെച്ച് കഴിഞ്ഞാൽ മതി, നമ്മൾ മറന്നുപോയാലും ബെല്ലടിക്കുമ്പോൾ. ഇപ്പൊ കൃത്യമായിട്ട് ഈ ചില മരുന്ന് കഴിക്കുന്ന പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് മരുന്ന് കൊടുക്കാനായിട്ട് ഓർമ്മപ്പെടുത്താൻ പോലും നമ്മൾ ഈ അലാറം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചിട്ടപ്പെടുത്തൽ കൂടി ഇതിന് ആവശ്യമാണ് എന്ന് പറയും. കമ്പ്യൂട്ടറിലെ സാധ്യതകളെയൊക്കെ നമുക്ക് ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ സോഷ്യൽ മീഡിയകളെയൊക്കെ പോലും നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കായിട്ടെല്ലാം ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് കൃത്യമായി സെറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോവുക എന്ന് വിചാരിക്കുക, വിനോദയാത്രയ്ക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഏത് സ്ഥലത്തേക്കാണ്, ഏത് നാട്ടിലേക്കാണ്, ഏത് രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത്, കൃത്യമായ ലക്ഷ്യം നമ്മൾ വളരെ മുൻപേ തന്നെ, ചിലപ്പോൾ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇത് തയ്യാറാക്കിയിട്ടല്ലേ നമ്മൾ പോകുന്നത്. കാരണം കൃത്യമായി നമ്മുടെ ലക്ഷ്യം ഈ സ്ഥലത്ത് പോവുക, ഫിലാഡൽഫിയയിൽ പോവുക എന്നുള്ളതാണെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ തുടങ്ങി. ഇത് മാത്രമല്ല, അത് ഏത് വഴിയിലൂടെ പോകണം, ഏത് മാർഗം, വായുമാർഗം വേണോ, കപ്പൽ മാർഗം വേണോ, ട്രെയിനിൽ പോകണം, ഇങ്ങനെയുള്ള കാര്യമെല്ലാം കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇതിനു വേണ്ട ടിക്കറ്റും ഒക്കെ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടല്ലേ നമ്മൾ ഈ യാത്ര പോവുക. എന്ന് പറയുന്നത് പോലെയായിരിക്കണം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. ലക്ഷ്യസ്ഥാനം കൃത്യമായി അറിയണം, അത് പോകുവാൻ വേണ്ട വഴി, ഏത് മാർഗത്തിലൂടെ നമ്മൾ പോകണം എന്നുള്ളതെല്ലാം വളരെ മുൻകൂട്ടി തന്നെ നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച് എഴുതി തയ്യാറാക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതില് 3 കാര്യങ്ങൾ കഴിഞ്ഞു. ഈ 4ാമത്തെ തത്വത്തിലേക്ക് വരുമ്പോൾ 3 തത്വം നമ്മൾ പറഞ്ഞു. ലക്ഷ്യം വളരെ വ്യക്തവും സമഗ്രവുമായിരിക്കണം, എഴുതി വെച്ചതായിരിക്കണം എന്ന് ഒന്നാമത്തേത്. 2ാമത്തേത് ലക്ഷ്യം അളക്കാൻ കഴിയുന്നതും വസ്തുനിഷ്ഠവുമായിരിക്കണം. 3ാമത്തേത് ലക്ഷ്യം സമയബന്ധിതമായിരിക്കണം എന്നുള്ളതായിരിക്കും 3ാമത്തേത്. ഇനി 4ാമത്തേതിലേക്ക് വന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെല്ലുവിളി നിറഞ്ഞതായിരിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ വെല്ലുവിളി ഉള്ളതായിരിക്കണം. അല്ലാതെ വളരെ എളുപ്പം നേടാവുന്നതിനെ ഒരു ലക്ഷ്യമെന്ന് വിളിക്കാൻ കഴിയില്ല. എനിക്കിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കണമെന്ന് പ്ലാൻ. ക്രിക്കറ്റ് കളിയിൽ എനിക്ക് വിജയിയാകണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ലക്ഷ്യം വെക്കുക എന്താണ്, നമ്മുടെ വലിയ ഏതെങ്കിലും കളിക്കാരുടെ പേര് അവർക്കൊപ്പം എത്തുക എന്നൊരു ലക്ഷ്യമാണ് വെക്കുന്നതെങ്കിൽ അതൊരു വെല്ലുവിളി നിറഞ്ഞതാണ്. കാരണം നമ്മൾ എന്താണ് ബുംറയുടെയോ
അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറുടെയോ ആ ലെവലിലേക്ക് വരുന്ന ഒരു കളിക്കാരനാവുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും വെല്ലുവിളി നിറഞ്ഞാണ്. കാരണം വളരെയധികം കടമ്പകൾ അതിന്റെ മുന്നിലൂടെ കടന്നു പോകേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ വീടിന്റെ തൊട്ടടുത്ത് ചെറിയ ബാറ്റൊക്കെ വാങ്ങി കളിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്. അവനോടൊപ്പം കളിക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സാധിക്കുന്നു, അല്ലെ? ഏത് നിമിഷവും നമുക്കൊരു ബാറ്റുമായിട്ട് അവിടെ ചെന്ന് അവനോട് നമുക്ക് ഞാനും കൂടെ കളിക്കാൻ കൂടുന്നു പറഞ്ഞ് കൂടി അവനൊപ്പം വേണേ അവനെ തോൽപ്പിക്കുകയും ചെയ്യും. അതൊരു ലക്ഷ്യമല്ല എന്നുള്ളതാണ്. ഇതുപോലെ വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും തയ്യാറാക്കുമ്പോൾ നമുക്കൊരു വെല്ലുവിളി. കാരണം നമുക്ക് നേടാവുന്ന ലക്ഷ്യങ്ങൾക്ക് ഒരു മനസ്സിലൊരു പരിധി നമ്മൾ വെച്ചിട്ടുണ്ട്, അല്ലെ? ആ പരിധിക്ക് വെല്ലുവിളി ഉള്ളതായിരിക്കും. കാരണം സച്ചിൻ തെണ്ടുൽക്കർ എന്ന വ്യക്തി ഒരു ക്രിക്കറ്റ് കളിയിലെ കുറച്ചുകൂടെ വിജയം നേടണമെന്ന് അയാൾ ലക്ഷ്യം വെക്കുമ്പോൾ അതിനേക്കാൾ വലിയ അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ, ഇപ്പൊ നമ്മളൊരു ബിസിനസ്മാൻ ആയിക്കൊണ്ടിരിക്കുക, ബിസിനസ് ചെയ്യുന്ന വ്യക്തി ആയിക്കൊണ്ടിരിക്കുക, ആ സമയത്ത് നമ്മുടെ ലക്ഷ്യം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. വെല്ലുവിളിയുള്ള ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്, കാരണം ആ മേഖലയിൽ, നമ്മുടെ അതേ ബിസിനസ് ചെയ്യുന്ന മേഖലയിൽ ഏറ്റവും വലിയ വ്യക്തികളുടെ ലിസ്റ്റ് എടുത്താൽ 10 പേരുടെ, ലോകത്തിലെ 10 പേരുടെ ലിസ്റ്റ് എടുത്താൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ 10 പേരുടെ ലിസ്റ്റ് എടുത്താൽ, കുറച്ചും കൂടി താഴേക്ക് വന്നാൽ കേരളത്തിലെ 10 പേരുടെ ലിസ്റ്റ് എടുത്താൽ, ഇനി അതിനും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ, ഇടുക്കിയിലെയോ കോട്ടയത്തെയോ തൃശ്ശൂരിലെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ആരാണ്, ഇവരുടെ ഒപ്പം എത്തുക. വേണ്ട, ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെങ്കിലും ഏറ്റവും താഴെ. ഈ ഒരു വെല്ലുവിളി നിറഞ്ഞ മനസ്സുമായിട്ട്, ലക്ഷ്യവുമായിട്ടായിരിക്കണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടയ്ക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പരിശ്രമം ആവശ്യമായ ലക്ഷ്യങ്ങളായിരിക്കണം വെല്ലുവിളി നിറഞ്ഞത് എന്ന് പറയും. നമ്മൾ അതിനകത്ത് കുറച്ച് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നേടാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ അത് വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യമാണ് എന്നാണ് പറയുന്നത്. വീണ്ടും 5ാമത്തെ ലക്ഷ്യത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ മൂല്യവുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കും. നമ്മുടെ മൂല്യവുമായിട്ട് ഒത്തുപോകുന്ന ലക്ഷ്യങ്ങളായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് പരസ്പര വൈരുദ്ധ്യമുള്ള ലക്ഷ്യമായിരിക്കരുത്, പരസ്പര പൂരകങ്ങളായിരിക്കും. കാരണം ഇപ്പോൾ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് നല്ല ഉയരമുണ്ടായിരിക്കണം. ഞാൻ ആള് വളരെ ചെറുതാണ്, 4 അടി 5 ഇഞ്ച് പൊക്കമേ എനിക്കുള്ളൂ എങ്കിൽ എന്റെ ലക്ഷ്യവുമായിട്ട് ഒരിക്കലും അത് ചേരുന്നതല്ല. കാരണം ആ കളിയിൽ വേണ്ടത്, അല്ലെങ്കിൽ ആ പ്ലേയിൽ വേണ്ടത് നല്ല ഉയരമുള്ള ശരീരമാണ്. ബാസ്കറ്റ്ബോൾ എന്ന് പറഞ്ഞാൽ പൊക്കത്തിൽ ചാടിച്ചെന്നിങ്ങനെ ബോളിനെ എടുത്ത് അതിനകത്ത് എറിഞ്ഞു കൊടുക്കണം. അപ്പോൾ നല്ല ഉയരമില്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ കഴിയില്ല. അപ്പോൾ ആ നമ്മുടെ മൂല്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന ലക്ഷ്യങ്ങളായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ മൂല്യവുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കണം. ഇപ്പോ എന്റെ ശബ്ദം വളരെ മോശമാണ്, എന്റെ ശബ്ദം തീരെ കൊള്ളില്ല, സംസാരിക്കുന്നത് കേൾക്കുന്നവർക്കൊക്കെ അലോസരമാണ് തോന്നുന്നതെങ്കിൽ ഞാനൊരു ഗായകനാകുക എന്ന് ചിന്തിക്കുകയെ ചെയ്യരുത് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ രത്നം. അങ്ങനെ 5ാമത്തെ ലക്ഷ്യത്തിൽ നിങ്ങളുടെ മൂല്യവുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കും. പിന്നെ 2 ലക്ഷ്യങ്ങളെ ഒരേ സമയം നമ്മൾ ലക്ഷ്യം വെക്കരുത് എന്ന് പറയും. 2 ലക്ഷ്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യുമ്പോൾ രണ്ടും നേടുവാൻ കഴിയില്ല. ഒന്നിലേക്ക് മാത്രമേ നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാൻ കഴിയൂ, അതിനെ മാത്രമേ നേടുവാനും കഴിയൂ. വീണ്ടും 6ാമത്തെ തത്വം, നിങ്ങളുടെ ജീവിതവുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതായത് അതിനെ വിശദമാക്കി കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബം, ഒന്നാമത് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അതാണുള്ള കുടുംബം എന്ന് പറയുക. നമ്മുടെ കുടുംബം, പിന്നെ നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആത്മീയ ജീവിതം, പിന്നെ നമ്മുടെ സാമൂഹ്യപരമായ ഇടപെടൽ എന്നിവയുമായിട്ടെല്ലാം ഒത്തുപോകുന്ന ഒരു ലക്ഷ്യമായിരിക്കും. അതായത് എണ്ണയിട്ട ഒരു ചക്രം തിരിയുന്നത് പോലെ സുഗമമായിട്ട് പോകുന്നതിന് വേണ്ട കാര്യങ്ങൾ ഉള്ളതായിരിക്കണം. കാരണം നമ്മുടെ വീട്ടിലെ സ്ഥിതി, കുടുംബത്തിലെ സാഹചര്യം ഒന്ന്,
നമ്മൾ നേടാൻ ശ്രമിക്കുന്ന ലക്ഷ്യം മറ്റൊന്നാണെങ്കിൽ ചിലപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടേറുന്നു, അല്ലെ? നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു പ്രദേശത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് നമ്മുടെ ലക്ഷ്യവുമായിട്ട് വളരെയധികം സങ്കീർണമാണെങ്കിൽ നമ്മൾ വളരെയധികം അവിടെ കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വരും അതിലേക്ക് എത്താൻ. അപ്പൊ അതൊക്കെ ആയിട്ട് ഒത്തുപോകുന്ന ലക്ഷ്യമായിരിക്കണം. ഇനി അതല്ല എങ്കിൽ ആ നമ്മുടെ ലക്ഷ്യവുമായിട്ട് ഒത്തുചേർക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമ്മുടെ കുടുംബത്തെയും അല്ലെങ്കിൽ ആ സാമ്പത്തിക ജീവിതത്തെയും നമ്മുടെ ജോലി, ബിസിനസ് അല്ലെങ്കിൽ ആരോഗ്യം, ആത്മീയ ജീവിതത്തെയെല്ലാം ഇതുമായിട്ട് ചേർക്കുന്ന രീതിയിൽ നമ്മൾ മാറ്റി എഴുതേണ്ടതായി. അല്ല എങ്കിൽ ആ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടുകൊണ്ടേയിരിക്കും എപ്പോഴും. കാരണം എന്നും തടസ്സമാകുമ്പോൾ നമുക്ക് മടുത്തു തുടങ്ങും. നമ്മൾ ആ പ്രശ്നം താഴെ വെച്ച് അവിടുന്ന് പിന്തിരിയും. അതാണ് ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയും. ഇപ്പൊ നമുക്ക് എന്നും ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പഠനമൊക്കെ ഈ ഗൂഗിൾ മീറ്റിലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് വല്ല മില്ലുകളോ അല്ലെങ്കിൽ വളരെ ശബ്ദം കേൾക്കുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്നും ഈ ഒച്ചയെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി വരണം. നമ്മുടെ ലക്ഷ്യവുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കണം, നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തുപോയിരിക്കണം. ഇതാണ് 6ാമത്തെ തത്വമായിട്ട് പറയുന്നത്. ഇനി 7ാമത്തെ തത്വത്തിൽ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയതും സുനിശ്ചിതവുമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നതാണ് 7ാമത്തെ തത്വം. നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയതും സുനിശ്ചിതവുമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അത് പറയുന്നത് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ ലക്ഷ്യമാണ്, പക്ഷെ ഇവിടെ പറഞ്ഞ അതല്ല. നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതായത്, അതായത് നമുക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്തതും എന്നാൽ കുറെ നാളുകൾ കൊണ്ട് പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതുമായ ഒരു വലിയ ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. അത് സുനിശ്ചിതവുമായിരിക്കണം. നമ്മുടെ മനസ്സിലത് സുനിശ്ചിതമാണ്, ഞാനത് നേടിയെടുത്തിരിക്കും, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കും എന്നുള്ളൊരു നിശ്ചയബോധത്തോടു കൂടി പോകുന്നതായിരിക്കണം. പക്ഷെ അത് വളരെ വലുതുമായിരിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ഓരോ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുമായിട്ട് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയും. അപ്പോൾ 7ാമതായി അവസാനത്തെ തത്വം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയതും സുനിശ്ചിതവുമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ 7 തത്വങ്ങൾ പറഞ്ഞു, നമ്മുടെ ലക്ഷ്യത്തെ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു 7 തത്വങ്ങളാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. ആ തത്വങ്ങളെ ഒന്നുകൂടി പറയാം. അതിൽ ഒന്നാമത് പറഞ്ഞത് ലക്ഷ്യം വളരെ വ്യക്തവും സമഗ്രവും എഴുതി വെച്ചതുമായിരിക്കണം, ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തത് ലക്ഷ്യം അളക്കാൻ കഴിയുന്നതും വസ്തുനിഷ്ഠവും ആയിരിക്കും. രണ്ടാമത് പറഞ്ഞത് ലക്ഷ്യം അളക്കാൻ കഴിയണം, വസ്തുനിഷ്ഠമായിരിക്കണം. മൂന്നാമത് പറഞ്ഞു ലക്ഷ്യം സമയബന്ധിതം ആയിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ തത്വം. അത് മാത്രമല്ല, അതിനു വേണ്ടിയ പട്ടിക നമ്മൾ തയ്യാറാക്കി, അതിനുള്ള അനുബന്ധ പട്ടിക. കാരണം ഇതിന്റെ ഓരോ ദിവസങ്ങളായി ഓരോ മാസങ്ങളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിലേക്ക് എത്തിച്ചേരണം. അപ്പൊ ലക്ഷ്യം സമയബന്ധിതമായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ തത്വം. ഇനി 4ാമത്തെ തത്വത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. വെല്ലുവിളികൾ, അതായത് ചുമ്മാ ചെറിയ സ്വപ്നങ്ങളായിരിക്കും. അടുത്ത കടയിൽ പോയി ഒരു ഫലൂഡ വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് വെല്ലുവിളി നിറഞ്ഞതല്ല, വളരെ ഈസിയായ കാര്യമാണ്, നമുക്ക് സുഖകരമായ കാര്യമാണ്. അവിടെ പോയി ചടഞ്ഞുകൂടാ. ഇപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ വലിയ ലക്ഷ്യത്തോടു കൂടി വേണം ഇതിനെ സമീപിക്കാൻ. അല്ലെങ്കിൽ എനിക്ക് അവിടെ ഇടുക്കിയിൽ ചെറിയൊരു ഷോപ്പ് എന്നുള്ളതായിരിക്കരുത് സ്വപ്നം എന്നുള്ളതാണ്. അല്ലെ കോട്ടയത്ത് ആ ഒരു പഞ്ചായത്തിന്റെ റോഡ് സൈഡിലൊരു ഷോപ്പ് എന്നുള്ളതായിരിക്കരുത് ലക്ഷ്യം. വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യങ്ങളായിരിക്കും. ഇനി 5ാമത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മൂല്യവുമായിട്ട് ഒത്തുപോയിരിക്കുന്നതായിരിക്കും. 5ാമത്തെ തത്വം നമ്മുടെ മൂല്യങ്ങളുമായിട്ട് നമ്മുടെ ലക്ഷ്യം ഒത്തുപോകുന്നതായിരിക്കും. ഇനി 6ാമത്തത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കും. ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് കാരണം ചേർന്ന് പോകുന്നതായിരിക്കും. നമുക്ക് അവിടെ എന്നും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കഴിയുമ്പോൾ നമ്മളെ അവിടെ ചിലപ്പോൾ പിന്നോട്ട് വലിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതവുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കണം ലക്ഷ്യമെന്നത് 6ാമത്തെ തത്വം. ഇനി 7ാമത്തത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയതും സുനിശ്ചിതവുമായ ലക്ഷ്യമുണ്ടായിരിക്കും. ലക്ഷ്യം വളരെ വലുതായിരിക്കണം, സുനിശ്ചിതമായിരിക്കണം. ഇങ്ങനെ 7 തത്വങ്ങളെ പറഞ്ഞു കഴിഞ്ഞു.
ഇനി ഈ ലക്ഷ്യങ്ങളെ ഏതുമായിക്കൊള്ളട്ടെ, നമ്മളിപ്പോ ഏകദേശം നമുക്ക് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള വഴികൾ പറഞ്ഞു. ഇനി ഈ ലക്ഷ്യം ഏതുമായിക്കോട്ടെ, ഇത് നേടിയെടുക്കുവാൻ ഒരു 12 വഴികളെ കൂടി പറയുന്നു. 12 കാര്യങ്ങൾ. ഇതില് ഒന്നാമത്തെ കാര്യം, ലക്ഷ്യം നേടുവാനായിട്ടുള്ള 12 വഴികളിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആഗ്രഹം ഉണ്ടായിരിക്കണം. ശരിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആഗ്രഹമാണ് ഇച്ഛാഭംഗത്തിന്റെ കാരണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരാഗ്രഹവും ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാകും. കാരണം എനിക്കിനി ഒന്നും വേണ്ട, ഇഹലോഹവാസം വെടിഞ്ഞ് മുകളിലേക്ക് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്തും അവിടെയും ഒരു ആഗ്രഹമുണ്ട്. ആ പോവുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക. ശരിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് എന്താണ് നമുക്ക് വേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഒരാഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ മഹത്വമേറിയ ഈ ഒരു കാര്യം അറിയാനായിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ കൃത്യമായിട്ടുള്ള മഹത്തരമായ ഒരു ചോദ്യം ചോദിക്കണം എന്ന് പറയും. അതായത് ഞാൻ തന്നെ എന്നോട് ചോദിക്കണം, എനിക്ക് എന്താണ് വേണ്ടത്, എന്റെ ലക്ഷ്യം എന്തായിരിക്കണം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നിടത്ത് ഈ ഒന്നാമത്തെ കാര്യം പടി നമ്മൾ കടന്നു കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി. ഇനി രണ്ടാമത്തത്, നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ആകുമെന്ന് വിശ്വസിക്കണം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾക്ക് നേടാനാകുമെന്ന് ആദ്യം നിങ്ങൾ തന്നെ വിശ്വസിക്കണം. എങ്കിലേ ഉള്ളൂ രണ്ടാമതൊരു വ്യക്തിയിലേക്കും അടുത്ത വ്യക്തികൾക്കും ഇത് വിശ്വസിക്കാൻ കഴിയുക. അത് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഇതെനിക്ക് നേടുവാൻ കഴിയുമെന്ന്. ആ ദൃഢനിശ്ചയം കഴിഞ്ഞെങ്കിലേ ഉള്ളൂ നമുക്ക് അടുത്ത പടിയിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. അവിടെ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് ദൃഢമായ വിശ്വാസം, ഇത് ഞാൻ നേടിയെടുത്തിരിക്കും എന്നുള്ള ദൃഢമായ വിശ്വാസം നമ്മൾ ഉണ്ടായിരിക്കണം. ഇതെനിക്ക് അർഹതപ്പെട്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ നേടുവാനായി പരിശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യം, ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടുമുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിയുക. ആ ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിവസം ചെല്ലും തോറും, ഈ ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് അതിനുവേണ്ടി അതിതീവ്രമായിട്ട് നമ്മൾ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. കൃത്യമായതും സുനിശ്ചിതമായതും ദൃഢമായിട്ടും നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇതിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ പറയുന്ന വളരെ ഭൂരിപക്ഷം ആളുകളെ കുറിച്ചും അവലോകനം ചെയ്തതിൽ വെച്ച് ബ്രയാൻ ട്രേസി പറയുന്ന ഒരു കാര്യം, അത് നമ്മൾ വളരെയധികം ഒന്ന് മൈന്യൂട്ടായിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മളിൽ പലരുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഒന്നുകിൽ നമ്മുടെ ബോസിന്റെ വിളി വരുമ്പോൾ, ബോസിന്റെ അല്ലെങ്കിൽ മേലധികാരിയുടെ വിളികൾക്കായി കാതോർത്തിരിക്കുക, അതാണ് നമ്മുടെ പ്രധാന ജോലി. അല്ലെ അദ്ദേഹം തരുന്ന ജോലികൾ കൃത്യമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് സൊറ പറയുക. ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇടവേളകളിൽ എന്തെങ്കിലുമൊക്കെ ലഘുഭക്ഷണങ്ങൾ കഴിക്കുക. ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങൾ പലതും അപ്രധാനമാണ് എന്നാണ് ബ്രയാൻ ട്രേസി ഇവിടെ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയില്ല എന്നാണ്. കാരണം ഇതല്ല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊന്നുമല്ല. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ലക്ഷ്യത്തിലെത്താൻ പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കേണ്ടി വന്നിരിക്കാം, അല്ലെങ്കിൽ പുതുതായി പ്രത്യേകിച്ച് നമുക്ക് പ്രതിഫലമൊന്നും കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നേക്കാം. ഈ കാര്യങ്ങളെ നമ്മൾ അതീവ പ്രാധാന്യത്തോടെ കാണണമെന്നാണ്. ഇപ്പം നമ്മുടെ ലക്ഷ്യം 10 വർഷം കൊണ്ട് നമുക്കൊരു ഡോക്ടറേറ്റ്, 5 വർഷം കൊണ്ട് ഡോക്ടറേറ്റ് നേടുക എന്നുള്ളതാണെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് ഗോൾഫ് കളിക്കാൻ പോകണം, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഗോൾഫ് കളിയുണ്ട്, അത് മസ്റ്റായിട്ട് കളിച്ചിരിക്കണം എന്ന് പറഞ്ഞ് അതിൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. കാരണം ഇത് നേടുവാനായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ പഠനം ചിലപ്പോൾ ദിവസത്തിൽ 1 മണിക്കൂർ നേരമായിരിക്കാം. ആ 1 മണിക്കൂർ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതിന് വേണം പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു സുഹൃത്തിനെ ഫോൺ വിളിക്കുന്നു, അത് നല്ല കാര്യമാണ്, സുഹൃത്ത് ബന്ധം നിലനിർത്താൻ കൂടുതൽ ഗുണം ചെയ്യും.
പക്ഷെ അത് ചെയ്താലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നും അവിടെ സംഭവിക്കാനില്ല. നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്തോ മാറ്റമോ ഒന്നും അവിടെ പ്രത്യേകിച്ച് സംഭവിക്കാൻ ഉണ്ടായെന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഇടവേളകളിൽ ലഘുഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അത് കഴിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ. നേരെ മറിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ നമ്മൾ പട്ടികയിട്ട് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ ദിവസവും ചെയ്യുന്നില്ല എങ്കിൽ, നമ്മുടെ ചിട്ടയിൽ വരുത്തിയില്ല എങ്കിൽ നമുക്ക് അവിടെ വളർച്ചയുടെ ചവിട്ടുപടി കയറുവാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ലക്ഷ്യം കൃത്യമായി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ തീവ്രമായ ആവേശത്തോടു കൂടി എന്ത് ചെയ്യും? ഇതിനു വേണ്ടി ചെയ്യും. നമ്മളുടെ ബിസിനസ് സ്ഥാപനം വളരെ വലുതാക്കുവാൻ അല്ലെങ്കിൽ വിജയിപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇതിനു വേണ്ട ചവിട്ടുപടികൾ, കാരണം ബിസിനസ് എന്നുള്ളത് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, കച്ചവടം ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, പണപ്പയറ്റ് അല്ലെങ്കിൽ വരുമാനം സമ്പാദിക്കുവാൻ ഒരിടത്തും നമ്മളെ പഠിപ്പിക്കുന്നില്ല, ഒരു സ്കൂളിൽ നിന്ന് നമുക്കിന്റെ സ്കില്ല് കിട്ടുന്നില്ല. അത് പഠിക്കേണ്ട ആളിന്റെ അടുത്തുനിന്ന് തന്നെ പോയി പഠിക്കേണ്ടതായിട്ട്, അല്ലെ പഠിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിയിലേക്ക് തന്നെ നമ്മൾ ചെന്ന് പഠിക്കേണ്ടതായിട്ട്. നമ്മൾ വിചാരിക്കും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അപ്പനപ്പൂപ്പന്മാരായി ചെയ്യുന്ന പാരമ്പര്യ ബിസിനസ് ആണ്, കാരണം എനിക്കിനി ഒന്നും പഠിക്കാനില്ല, ഞാനിത് ചെറുപ്പം തൊട്ടേ ഇതിനകത്താണ് കളിച്ചു വളർന്നത് എന്ന് പറഞ്ഞാൽ പോലും അവിടെ ചിലപ്പോൾ പരാജയപ്പെടുന്നവരെ നമ്മൾ കാണുന്നതിന്റെ കാര്യം ഇതാണ്, ആ മേഖലയിൽ പുതുതായി ഇവരൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. വർഷങ്ങൾ കുറെ കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ ആ മേഖലയിൽ ഗ്രോത്ത് അതിന് ചിലപ്പോൾ പുതിയതായി വരുന്ന വർഷങ്ങൾ കുറച്ച് മാത്രം കഴിഞ്ഞൊരു വ്യക്തി അതിൽ വളരെയധികം വളർന്നു പോകുന്നതിന്റെ കാര്യം ഇവൻ ദിവസവും ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. കാരണം ഓരോ ബിസിനസ് മേഖലകൾക്കും എല്ലാ ജീവിതത്തിലെ കാര്യങ്ങളെ പോലെ തന്നെ ഒരു വേവ്സിന്റെ ഷേപ്പിലാണ് പോവുക. അതായത് ഉയർന്ന് താഴ്ന്ന് പിന്നെ ഉയർന്ന് ഇങ്ങനെയാണ് പോവുക. ഈ പോകുമ്പോൾ ഇവിടെയെല്ലാം വരുന്ന ഉയർച്ച താഴ്ചകളെ, മാർക്കറ്റിന്റെ ഡിമാൻഡുകളെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ ഈ കസ്റ്റമേഴ്സിന്റെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഓരോ കാലം കഴിയുമ്പോൾ. അതനുസരിച്ചിട്ട് ഈ മാറ്റങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കണം ബിസിനസ് മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം ഒരു കാലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം വളരെയധികം സ്ഥലങ്ങൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുകൾ സ്വന്തമായിട്ടുള്ള വ്യക്തികൾ, പറമ്പുകളും തോട്ടങ്ങളും ഒക്കെ സ്വന്തമായിട്ടുള്ള വ്യക്തിനെയായിരുന്നു അന്നത്തെ വലിയ ധനികൻ എന്ന് വിളിച്ചിരുന്നത് എങ്കിൽ പിന്നീട് അത് വ്യവസായത്തിന് വഴിമാറി. വ്യവസായശാലകൾ സ്വന്തമായിട്ടുള്ള വ്യക്തികളാണ് പിന്നീട് വന്ന വലിയ ധനികന്മാർ. ഇത് കഴിഞ്ഞത് ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് വഴിമാറി. ഇന്നിപ്പോ അതും കഴിഞ്ഞിട്ട് IT മേഖലയിലെ അറിവുകളാണ് ഇന്നത്തെ ധനികനെ ആക്കി. നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ അറിവ് നേടിയവനാണ് ഇന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്നുള്ളതിന്റെ ഉത്തരമാണ് എന്തൊക്കെ? സുക്കർബർഗ്, ആമസോണിന്റെ ഉടമയായ ജെഫ് ബെസോസ്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഉടമ, ഇവരൊക്കെ ഇന്നത്തെ കോടീശ്വരന്മാരായതാണ് ആ മേഖലയിൽ. IT മേഖലയിലെ ഇവരുടെ അറിവാണ്, അല്ലാതെ പറമ്പുകൾ സ്വന്തമായിട്ടുള്ളവരല്ല, വ്യവസായശാലകളില്ല, ബിസിനസ് സ്ഥാപനങ്ങളില്ല. ഈ മേഖലയിലെ അറിവുകളാണ് അവരെ വളർത്തി. ഇങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും, മേഖലകൾ മാറിക്കൊണ്ടിരിക്കും. പണ്ട് നമ്മൾ പരസ്യം ചെയ്തിരുന്നത് പത്രത്തിനുള്ളിലും നോട്ടീസിന്റെ ഉള്ളിലും അല്ലെങ്കിൽ റേഡിയോയിലൂടെ പരസ്യങ്ങളാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് മാറിയിട്ട് സോഷ്യൽ മീഡിയകൾ വഴിയായി, ഡിജിറ്റൽ മാർക്കറ്റിങ്ങുകൾ വഴിയായി, ഇങ്ങനെ പല പല രീതികളിലേക്ക് മാറി. അവിടെയൊക്കെയും വരുമാനം ഉണ്ടാക്കാവുന്ന മേഖലകൾ പുതുതായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ എന്നും നമ്മുടെ പാരമ്പര്യ രീതി ഇതാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നവരാണ് പലപ്പോഴും പടുകുഴിയിലേക്ക് വീഴുന്നത്. പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളണം, മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അതിന് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഞാൻ ഇതിൽ സീനിയോറിറ്റി നേടിക്കഴിഞ്ഞു, എനിക്ക് പ്രായം കഴിഞ്ഞു, ഇനി ഇതിൽ പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ മേഖലയിൽ നമ്മൾ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടു എന്നുള്ളതാണ്. ഇനി വേണ്ടത് മൂന്നാമതായിട്ട്, ഇപ്പൊ നമ്മൾ 12 കാര്യങ്ങൾ പറഞ്ഞു, 2 പറഞ്ഞു. അതിൽ നിങ്ങളുടെ ലക്ഷ്യം എഴുതി വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ലക്ഷ്യങ്ങളെ എഴുതി വെക്കുക. അതിലൊന്ന് മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നു, ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യം നമുക്ക് പറയാനാകില്ല, എഴുതി തന്നെ വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഇതും കഴിഞ്ഞ് വരുമ്പോൾ നാലാമതായിട്ട് വരുമ്പോൾ തുടക്കം തീരുമാനിക്കുക. ഓരോ ലക്ഷ്യങ്ങൾ എഴുതുമ്പോൾ ഇതിനെല്ലാം ഒരു തുടക്കമുണ്ട്.
നമ്മളൊരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വീട് പണിയുമ്പോൾ ഇതിനൊക്കെ ഒരു തുടക്കമുണ്ട്. കയറി താമസിക്കുക അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുക, ഇങ്ങനെ ഒരു തുടക്കങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും. അങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങൾക്കുള്ള ഒരു തുടക്കം തീരുമാനിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ആദ്യ പടി എന്തായിരിക്കും, ഇതിന്റെ ആദ്യ ചുവടുവെപ്പായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ വീട് പണിയുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ അതിന്റെ ആദ്യപടി ഒരുപക്ഷെ സ്ഥലം കണ്ടെത്തുക, അല്ലെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ വീടിന്റെ പ്ലാൻ തയ്യാറാക്കുക. ഇങ്ങനെയുള്ള ഓരോ ചുവടുകളുണ്ട്. ഇതിലെ ആദ്യ ചുവട് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കാം. ആ ചുവടുവെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിലെ 100% കഴിഞ്ഞു എന്നുള്ളതാണ്. ലക്ഷ്യത്തിന്റെ 10% നമ്മൾ മുൻപോട്ട് ചെന്നു എന്നുള്ളതാണ് ആദ്യ പടി എന്നുള്ളത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ 80/20, 20/80 എന്നുള്ള ആ ഒരു തത്വം ഉപയോഗിക്കാം. അത് പറഞ്ഞത് പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ ഒരു വലിയ ലക്ഷ്യം, ഒരു കാര്യമുണ്ടെങ്കിൽ അതിന്റെ 20% കാര്യങ്ങളെ, പ്രാരംഭമായിട്ടുള്ള 20% കാര്യങ്ങളെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ പൂർത്തീകരിച്ചതിന് തുല്യമാണ്. 80/20 പ്രിൻസിപ്പിൾ പറയുന്നത് 20% കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞെങ്കിൽ, ഇപ്പൊ വീട് പണിയാനായിട്ട് പ്ലാൻ വരയ്ക്കുകയും അതിനുവേണ്ട മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം 10-15% കാര്യങ്ങൾ കഴിയും. ഇങ്ങനെ 20% കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ ഏതാണ്ട് അത് 100-ലെത്തി എന്ന് ഉറപ്പിക്കാം. കാരണം അവിടെ നമ്മൾ 100-ലെത്തും എന്നുള്ളതിന്റെ ഉറപ്പാണ്. അങ്ങനെ തുടക്കം തീരുമാനിച്ചു. പിന്നീട് അഞ്ചാമതായിട്ട് പറയുന്നു, എന്തുകൊണ്ട് എനിക്കിത് വേണമെന്ന് തീരുമാനിക്കുക. എന്തുകൊണ്ട് എനിക്കിത് വേണം? കാരണം അത് നേടാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും. ഇപ്പോ രത്തൻ ടാറ്റയുടെ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ, രത്തൻ ടാറ്റയുടെ സ്വപ്നം അദ്ദേഹം പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കുറേയധികം സ്വത്തിന്റെ ആസ്തികൾ വർദ്ധിപ്പിച്ചപ്പോഴും ഇദ്ദേഹം പറഞ്ഞത് 10 കോടി രൂപ ഒരു വർഷം നിലവിൽ ഇദ്ദേഹം ചാരിറ്റി ഫണ്ടിലേക്ക് കൊടുക്കുമ്പോൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു വർഷം ഇദ്ദേഹം 10 കോടി രൂപ വീതം കൊടുക്കുന്നുണ്ട് പല പല സംഘടനകൾക്കും ട്രസ്റ്റുകൾക്കുമായി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വപ്നം പറയുന്നത് 100 കോടിയിലേക്ക് എനിക്ക് ചാരിറ്റി കൊടുക്കുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കണം. വരുന്ന 5 വർഷത്തിനകം എനിക്ക് 100 കോടി ചാരിറ്റി കൊടുക്കുന്ന ലെവലിലേക്ക് വളരുക. അപ്പൊ 100 കോടിയിലേക്ക് ചാരിറ്റി ഫണ്ട് വികസിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആസ്തിയും അതോടൊപ്പം വളർന്നു. കാരണം ആസ്തിയുടെ 10% ഇദ്ദേഹം ചാരിറ്റിക്കായി കൊടുത്തുകൊണ്ടിരുന്നത്. 10 കോടി കൊടുക്കുന്നെങ്കിൽ 100 കോടി ആസ്തി ഉള്ളപ്പോഴാണ്. 100 കോടി കൊടുക്കുമ്പോൾ അത് 1000 കോടി ഇദ്ദേഹത്തിന്റെ ആസ്തിയായിരിക്കും. കാരണം അവിടെ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് 1000 കോടി ആസ്തി ഉണ്ടാക്കണം? കാരണം എനിക്ക് 100 കോടി ചാരിറ്റി ചെയ്യണം എന്നുള്ളൊരു കാരണമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ ലക്ഷ്യത്തിനും എന്തുകൊണ്ടാണ് എനിക്കിത് വേണ്ടത് എന്നൊരു കൃത്യമായ ഒരു കാരണമുണ്ടായിരിക്കണം. ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശക്തി നമുക്ക് കിട്ടുക. കൃത്യമായ ഒരു കാരണമുണ്ടായി. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വളരെ കേൾക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നാവുന്ന ഒരു കാര്യമായി, ഇന്ന ചില ആളുകളുടെ മുന്നിൽ എനിക്കൊന്ന് നെഞ്ചി വിരിച്ച് നിൽക്കണം എന്നുള്ളതാണ്. അതുമാകാൻ ചിലപ്പോൾ കാരണം കേട്ടോ. അവന്റെ മുന്നിൽ എനിക്കൊന്ന് നിവർന്ന് നിൽക്കണം, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എന്നൊരു കാരണമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടേക്ക് എത്തും. കാരണം അതിന് കൃത്യമായ കാരണമുണ്ടായി എന്ന് പറഞ്ഞതുപോലെ. അടുത്തതായിട്ട് ആറാമത്തെ കാര്യം സമയപരിധി. കൃത്യമായിട്ടൊരു സമയപരിധിയൊക്കെ നമ്മൾ തീരുമാനിക്കണം. കൃത്യമായ സമയം, ഇത്ര വർഷം ഇത്രാം തീയതി എന്ന് പറഞ്ഞ പോലെ ഒരു സമയം വെക്കണം. ഇനി അതല്ല എങ്കിൽ നമുക്ക് സമയപരിധി ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ എന്തെങ്കിലും നേടും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ അത് നേടിയെടുക്കുക അല്ലെങ്കിൽ അതിന്റെ 50% പോലും നമുക്ക് എത്തുവാൻ കഴിയില്ല. കാരണം ഇതിനൊക്കെ നമ്മൾ പല എക്സർസൈസുകൾ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും അത് ചെയ്തിട്ട് പറയും, ചെയ്തിട്ടൊന്നും ഒരു മാറ്റവും ചെയ്യുന്നില്ല. കാരണം കൃത്യമായ ഒരു ടൈമിങ് അവർ വെച്ചിട്ടില്ല, ഡെഡ് ലൈൻ വെച്ചിട്ടില്ല. കാരണം ഡെഡ് ലൈൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യം പലപ്പോഴും കുട്ടികളൊക്കെ ചിലപ്പോൾ പരീക്ഷയുടെ തലേന്ന് പെട്ടെന്ന് ആവേശത്തോടെ ഇരുന്ന് പഠിക്കുന്നതാണ്. കാരണം അത് കൃത്യമായ ടൈം ഉണ്ട്. കാരണം ഇത് നാളെ ആയിക്കഴിഞ്ഞാൽ ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം തീർന്നു. നാളെയാണ് ഇതിന്റെ പരീക്ഷ എഴുതേണ്ടത്, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കും. അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മുടെ മകളുടെ വിവാഹമാണ്, പെട്ടെന്ന് ഇതിനുള്ള ഒരു പണമൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ തലേന്നത്തെ ഒരാഴ്ചയായിരിക്കും ചിലപ്പം ആവേശത്തോടു കൂടി നമ്മൾ കൊടുക്കുക. അപ്പൊ അത് എങ്ങനെയെങ്കിലുമൊക്കെ സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ കൃത്യമായ ഒരു സമയപരിധി ഉണ്ടെങ്കിൽ നമ്മൾ ഇത് നേടുവാനായിട്ട് സർവശക്തിയും പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിക്കും എന്നുള്ളതാണ്. പിന്നീട് ഏഴാമത്,
വഴിയിലെ തടസ്സങ്ങളെ തിരിച്ചറിയുക. നമ്മൾ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യമെന്ന ഈ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ആ തടസ്സങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ആ തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ എന്നുള്ളത് പറയും. അപ്പൊ ഇവിടെ തടസ്സം എന്തെന്ന് തീരുമാനിക്കണം. കാരണം നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആദ്യം അവിടുത്തെ തടസ്സം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ്, മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ഒരുപക്ഷെ കണ്ണായ സ്ഥലത്തല്ലായിരിക്കുന്നെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിനെ എത്തിക്കുവാൻ വേണ്ട നടപടികൾ അതൊരു തടസ്സമാണ് നമുക്ക്. അപ്പൊ അതിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്ത് അതിന്റെ പ്രതിവിധി കാണണം. നമ്മൾ തുടക്കത്തിലേ തന്നെ ഈ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങും മുമ്പ് തടസ്സങ്ങൾ എന്തൊക്കെയാണ് വരാനുള്ളത് എന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇതിന് വേണ്ട പ്രതിവിധികൾ, ആ തടസ്സങ്ങൾ വരുന്നതിൽ കുറച്ച് മുൻപോട്ട് ചെന്ന് കഴിയുമ്പോഴാണ്. അപ്പൊ അതിനെ നമ്മൾ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നുള്ളതിനെ കൃത്യമായി നമ്മൾ എഴുതി തയ്യാറാക്കി വെക്കണം. തടസ്സങ്ങളെ തീരുമാനിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായി എഴുതി തയ്യാറാക്കി വെക്കണം എന്ന് പറയും. പിന്നീട് 8ാമതായി പറയുന്നു, എന്തെല്ലാം അധിക കഴിവുകളും അറിവുകളും ഞാൻ സ്വായത്തമാക്കണം. എന്തെല്ലാം അധിക കഴിവുകളും അറിവുകളും ഞാൻ സ്വായത്തമാക്കണം. നമ്മുടെ ലക്ഷ്യം ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ. അതിനുവേണ്ടി എന്തെല്ലാം പുതിയ സ്കില്ലുകൾ ഞാൻ നേടണം. വീണ്ടും ബിസിനസ്സിനെ തന്നെ എടുത്ത് ഉദാഹരിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അതിനു വേണ്ടി ഞാൻ പുതിയതായി നേടേണ്ട അറിവുകൾ, കാരണം ഇന്നത്തെ മേഖലയിൽ അതിന് മാർക്കറ്റിങ്ങിലേക്ക് വേണ്ടത് പുതിയ പുതിയ കാര്യങ്ങളാണ്. പണ്ടത്തെ രീതിയിലുള്ള മാർക്കറ്റിങ്ങിൽ ആ മാർക്കറ്റ് ചെയ്യുവാൻ ഞാൻ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, അതിന് എവിടെയൊക്കെ പോയി പഠിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കുക എന്നുള്ളൊരു ഉദാഹരണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മേഖലയാണെങ്കിൽ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ഇതിന് ഞാൻ എന്തൊക്കെ പഠിക്കണം. നമ്മൾ ഫിറ്റ്നസ് എക്സർസൈസുകൾ ചെയ്യണം, യോഗ പരിശീലിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ജിംനേഷ്യത്തിൽ പോകണം. ഇതിന് നമ്മൾ എവിടെയൊക്കെ പോയി പഠിക്കണം, എവിടെന്നെങ്കിലും ഇത് പഠിക്കണമല്ലോ. ഇങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകൾ ഞാൻ ലക്ഷ്യത്തിന് വേണ്ടി എന്തൊക്കെ നേടണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും അത് സ്വായത്തമാക്കുകയും വേണം. തീരുമാനിച്ച പോലെ അതിന് നമ്മൾ നേടിയിരിക്കുകയും വേണം. പിന്നീട് 9ാമത് പറയുന്നു, ആരുടെ സഹായമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തീരുമാനിക്കുക. ഓരോ വളർച്ചയ്ക്കും നമുക്ക് ഒറ്റയ്ക്ക് ഒരു വളർച്ചയും നേടാൻ കഴിയുക എന്നുള്ളത് ലോകത്തിലെ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം. എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും എല്ലാ ബിസിനസ് കോച്ചുകളും എല്ലാ അറിവുള്ളവരും പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഒരു കാര്യം ഒരിക്കലും നേടുവാൻ കഴിയുക. അതിനെല്ലാം കുറേയധികം ആളുകളുടെയൊക്കെ സഹായം നമുക്ക് വേണ്ടി. അപ്പോൾ ആ സഹായം വേണ്ടി വരുന്ന ആളുകൾ, ഇപ്പോൾ ഒരുപക്ഷെ ഫിറ്റ്നസ് ആണ് ലക്ഷ്യമെങ്കിൽ ആ ഫിറ്റ്നസ് കോച്ചുകൾ അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ പോകുന്ന മാസ്റ്റർമാർ, യോഗ മാസ്റ്റർമാർ ആരാണ്, ഇങ്ങനെയുള്ളവരുടെ സഹായമാണ്. അല്ലെങ്കിൽ ബിസിനസ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ ബിസിനസ് കോച്ചുകൾ ആരാണ്, അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ള വ്യക്തികൾ ആരാണ്. ഇങ്ങനെ ഓരോ മേഖലയിലും അതിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മൾ സമീപിക്കേണ്ട വ്യക്തികൾ ആര് എന്നുള്ളത് കണ്ടെത്തണം. ആരുടെ സഹായമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കണം എന്നുള്ളതാണ് പറയുക. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം. കുടുംബത്തിൽ തന്നെ ചിലപ്പം ബിസിനസ് ചെയ്യുവാണെങ്കിൽ ആ മേഖലയിൽ അറിവുള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഹായം തേടാം. നേരെ മറിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന വ്യക്തി ജോലിക്കാരനാണ് എങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ ബോസിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ സമീപിക്കേണ്ട ആളുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവരുടെയൊക്കെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുകയും. വീണ്ടും 10ാമത് പറയുന്നു, പ്ലാൻ ഉണ്ടാക്കുക. കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുകയും അതിനെ ഒത്തിണക്കുകയും. ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ പ്ലാൻ തയ്യാറാക്കി വെക്കണം. കാരണം ഇത് ഒറ്റയടിക്ക് നമ്മൾ ലക്ഷ്യത്തിലേക്ക് ചാടുകയല്ല. സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ ഒറ്റയടിക്ക് നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയില്ല. ഇതിന് ചില കടമ്പകളുണ്ട്. പടിപടിയായിട്ടാണ് നമ്മൾ ഇത് പോകുക. അപ്പൊ ആ ഓരോ പടികളെയും നമ്മൾ കടന്നു പോകുന്ന പടികളെ കൃത്യമായിട്ട് പ്ലാനുകൾ തയ്യാറാക്കി വെക്കണം. കാരണം ഒരു വർഷം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇത്ര നേടണം, ഒരു വർഷം കൊണ്ട് ഇത്ര നേടണം, അടുത്ത വർഷമാകുമ്പോൾ ഇത്ര ലെവലിലേക്ക് എത്തണം. അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞ് കൃത്യമായ പടികൾ നമ്മൾ പ്ലാനുകൾ ഉണ്ടായിരിക്കണം. ഇതിനെയെല്ലാം കൃത്യമായിട്ട് ഒത്തിണക്കി വെക്കുകയും ചെയ്യണം. കാരണം 2 വർഷം കഴിഞ്ഞ് നേടേണ്ടതിനെ അല്ല 1ാം വർഷത്തിൽ നേടേണ്ടത്. അതിന് കുറച്ചുകൂടി കഴിവുകൾ കുറവ് മതി ആദ്യം നേടേണ്ടത്. വീണ്ടും അങ്ങനെ ആ ക്രമത്തിനനുസരിച്ച് പ്രാധാന്യമുള്ള അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ തയ്യാറാക്കി അതിൽ ഓരോന്നിനെയും നേടിയിരിക്കണം. പിന്നീട് 11ാമത്തെ കാര്യം പറയുന്നു, തുടർച്ചയായ ലക്ഷ്യം ഭാവനയിൽ കാണുക.
ലക്ഷ്യത്തെ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കുക. അതായത് വർത്തമാന കാലത്തിൽ തന്നെ കണ്ടിരിക്കണമെന്നാണ്. ഇപ്പൊ നമ്മൾക്ക് 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞ് നേടേണ്ട ലക്ഷ്യമാണെങ്കിൽ ഇതിനെ സംഭവിച്ചതായിട്ട് തന്നെ വേണം. അപ്പൊ നമ്മള് ബിസിനസ്സിലാണെങ്കിൽ ആ ബിസിനസ്മാൻ ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ബിസിനസിന്റെ ലെവലിൽ എത്തിക്കഴിഞ്ഞു, ആ വലിയ ബിസിനസ്സുകാരൻ സഞ്ചരിക്കുന്ന കാറിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ താമസിക്കുന്ന വീടിന്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുന്നു. ഈ ഒരു രീതി മനസ്സിൽ ഭാവനയിൽ കാണണം. സംഭവിച്ചിരിക്കുന്നതായി ഭാവനയിൽ കണ്ടുകൊണ്ട് വേണം ഓരോ ദിവസവും തുടർച്ചയായ ലക്ഷ്യത്തെ ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കണം. ഇത് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കണം, ഭാവനയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിന് ഏറ്റവും പറ്റിയ സമയം നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്, രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ, നമ്മൾ ഉണരുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ ആണ് ഈ ഭാവനയ്ക്ക് പറ്റിയ സമയം. ഭാവനയിൽ കണ്ടുകൊണ്ട് കിടന്നുറങ്ങുക, ഭാവനയിൽ ഉണർന്നെണീക്കുക, ഇതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായി. പിന്നീട് 12ാമത് അവസാനത്തെ കാര്യം പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തെ കൈവിടിയരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ ലക്ഷ്യം ഞാൻ നേടുമെന്ന ദൃഢനിശ്ചയത്തിൽ പോകണം. എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ വേണ്ടി വന്നാലും ഞാൻ ഈ ലക്ഷ്യം കൈവിടില്ല. സാധാരണ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ചെയ്ത് 10%, 20%, 30, 40, 50, ചിലപ്പോൾ 90% വരെ എത്തിയിട്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോരുന്ന ആളുകൾ. അവസാനത്തെ 10% അവിടെ ഇട്ടിട്ട് പോരുന്നവരാണ് ഭൂരിപക്ഷം. ചിലപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മതിയായിരിക്കാം അവിടം വരെ എത്താൻ, പക്ഷെ ആ അവസാന പടിയിലെത്തുമ്പോൾ അവിടുന്ന് പിന്തിരിഞ്ഞു പോരുന്ന ആളുകളുണ്ട്. അതുപോലെ ലക്ഷ്യങ്ങളെ ഒരിക്കലും കൈവെടിയരുത് എന്നുള്ളതാണ് അവസാന തത്വമായി 12ാമത്തെ കാര്യമായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിലൂടെ ബ്രയാൻ ട്രേസി നമ്മളോട് പറഞ്ഞത്. അവസാനമായി ഒരു വാക്കുകൂടി, ഇന്ന് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുക. ലക്ഷ്യത്തിനായി, അതിന്റെ പ്രാരംഭ നടപടികൾക്കായി ഇന്നു തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുക. അതിനെയും നമ്മൾ നാളേക്ക് മാറ്റിവെക്കരുത് എന്നുള്ളതാണ്. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ തുടങ്ങുക. അതുപോലെ ഈ 12 കാര്യങ്ങളെയും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇത് നടപ്പിലാക്കി കഴിയുമ്പോൾ ആദ്യം പറഞ്ഞ 7 തത്വങ്ങളും പിന്നീട് പറഞ്ഞ ഇതിനെ ശക്തിപ്പെടുത്താനുള്ള 12 കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നിങ്ങളെ തന്നെ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കും. മറ്റൊരാൾക്കല്ല, നിങ്ങൾക്ക് തന്നെ അതിശയമാകും, ഇത് ഞാൻ തന്നെയാണോ, എന്നിലെ കഴിവുകളാണോ ഇതൊക്കെ എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ സ്വയം അതിശയിക്കുന്ന തലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത്രയും സമയം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മഹൽ വ്യക്തികൾക്കും പ്രാർത്ഥനയും സ്വാഗതവും കൃതജ്ഞതയും ഒക്കെ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം. തൃപ്പാദം ചെയ്യും.